ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഗോപി മസാലയും ഹംഗാമ ഫ്രൈഡ് റൈസുമാണ്. ഇതിൻ്റെ അകത്ത് പേര് കേട്ടിട്ട് ഗൂഗിളൊന്നും ചെയ്യണ്ട, കാരണം ഇത് ഞാൻ തന്നെ ഇട്ട കുറേ പേരുകളാണ്. ഇനി എങ്ങനൊരു ഡിഷ് ഒറിജിനലി ഉണ്ടോ എന്നെനിക്കറിയില്ല, പക്ഷേ ഇതിൻ്റെ റെസിപ്പി കംപ്ലീറ്റ്ലി ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഫസ്റ്റ് ഗോപി മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബേസിക് മസാലാസ് എല്ലാം കൂടി ഇട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിരുന്ന ഗോപി വൃത്തിയാക്കിയെടുത്ത് മസാലയൊക്കെ പുരട്ടി എയർ ഫ്രൈ ചെയ്യാൻ വെക്കണം. ഒരു 12 മിനിറ്റ്സ് 185°C നമ്മളതവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് നമ്മളിപ്പോഴത്തെ നമ്മുടെ കറിയുടെ കാര്യങ്ങളിലേക്ക് പോകും. ആദ്യം തന്നെ ഇടുന്ന എൻ്റെ ഒരു സ്പെഷ്യൽ കൂട്ടാണ്, ലൈക്ക് പെരുംജീരകവും നമ്മുടെ ഏലക്കയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി, സവാള, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ മൂത്ത് വരുമ്പോഴത്തേക്ക് ക്യാപ്സിക്കവും ക്യാരറ്റും കൂടി ഇടുക. എന്നിട്ട് അതും നല്ല രീതിയിൽ മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് ഇപ്പോൾ ഈ എയർ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടി ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മൂപ്പിച്ച് അതൊക്കെ നല്ല രീതിയിലൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ഇടുക. എന്നിട്ട് അത് നല്ല രീതിയിൽ സോട്ട് ചെയ്തെടുക്കുക. ഇത് ആക്ച്വലി ഈ ബാച്ചിലേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഗോപി മസാല, അല്ലാതെ വലിയ കാര്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും ടൊമാറ്റോ സോസും ചേർത്ത് നല്ല രീതിയിൽ സോട്ട് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ സോട്ടായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കാഷ്യൂ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഒരു 4 കാഷ്യൂനട്ട് എടുത്ത് കുറച്ചധികം വെള്ളം ചേർത്ത് പേസ്റ്റ് ആക്കിയത്. പിന്നെ ഇതെല്ലാം കൂടി സോട്ടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ഇട്ട് പിന്നെയും സോട്ട് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും, അതായത് ഒരു 2 ഗ്ലാസ് വെള്ളവും കുറച്ച് മലയില ഇട്ട് തൂക്കിയെടുക്കുക. തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്യാം. നമ്മുടെ കറി റെഡി. ഇതാണ് നമ്മുടെ ഈസി പിസി ഗോപി മസാല. ഇനി ഗോപി മസാലയുടെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും വേണമല്ലോ, അങ്ങനെ ഹംഗാമ റൈസ് എന്ന് നമ്മൾ പേരിട്ടേക്കുന്ന ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ബേസിക്കായിട്ട് വേണ്ടത് കുറച്ച് അനിയൻസ് വേണം, ക്യാരറ്റ് വേണം, കുറച്ച് ബീൻസ് വേണം. ആദ്യം തന്നെ നെയ്യ് നല്ലോണം എടുത്തങ്ങ് തട്ടുക. എന്നിട്ട് അതിലേക്ക് 4 ജീരകം ഇടുക. അത് ഒന്ന് ഇതായി വരുമ്പോഴത്തേക്ക് ഉള്ളി ഇട്ട് വരട്ടിയെടുക്കുക. ഉള്ളി കരിയാൻ തുടങ്ങുമ്പോഴത്തേക്ക് കുറച്ച് ക്യാരറ്റും ബീൻസും ഇടുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ കഴുകി വെച്ച റൈസ് ഇട്ട് കുറച്ച് ഗീയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി സോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വറുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 4 ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡബിള്, അതായത് 8 ഗ്ലാസ് വെള്ളം, അതാണ് എൻ്റെ റേഷ്യോ. എന്നിട്ട് അത് ഒരു വിസിലടുപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ചെയ്ത് എന്തൊക്കെയാണെന്നുള്ള എൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ എഗ്ഗ് ഒന്ന് സോട്ട് ചെയ്തെടുത്തു, പിന്നെ നമ്മുടെ ഹക്ക നൂഡിൽസിൻ്റെ മസാല ഇട്ട് കുറച്ച് സോസും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അഷ്ടേ.